നിങ്ങൾ എന്തിനാ പ്രകാശ എപ്പോഴും എന്നെ ചൊല്ലി ഇങ്ങനെ വഴക്കിടുന്നത്? ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ വഴക്കിടുന്നതിന് നിങ്ങളുടെ അനുവാദം വേണോ? കൊച്ചച്ഛൻ അമ്മയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് മസാല ദോശ മേടിച്ചു, അതിന്റെ പേരില ഈ വഴക്ക്. ഓ അതായിരുന്നോ? അല്ലേലും ഞാൻ കുറച്ചു മുന്നേ ഒരു മസാല ദോശ കഴിക്കണമെന്ന് ആഗ്രഹിച്ചേ ഉള്ളൂ. എന്നേ താങ്ക്സ് പ്രകാശ, നീയേലും കണ്ടറിഞ്ഞ് മേടിച്ചല്ലോ. ഇത് പ്രശ്നമായി. എന്തായാലും ബെസ്റ്റ് വിഷസ് കൊച്ചച്ച. അഞ്ജു, എന്താ അഞ്ജു, നമുക്ക് പോണ്ടേ? നിങ്ങളെന്താ പൊട്ടം കളിക്കാണോ? എന്താ അഞ്ജു? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. നിങ്ങൾ എന്തിനാ അവർക്ക് ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത്? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എന്തെങ്കിലും ഒരു കൂസലുണ്ട് അവർക്ക്? നീ അതൊക്കെ വിടഞ്ചു. പ്രകാശ് ഏട്ടാ, ഞാനൊരു കാര്യം പറയാം. അവര് വീണ് കിടന്നാ പോലും നിങ്ങൾ ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ ഇത്രയും ക്രൂരയാവല്ലേ. ഞാനാകും. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ എപ്പോഴും എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചാ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കലക്കി തരും. എന്നിട്ട് ഞാനും എന്റെ മോളും എന്റെ വീട്ടിൽ പോയി സന്തോഷമായിട്ട് ജീവിക്കും. എല്ലാത്തിനും എന്നെ കൂട്ടുപിടിക്കുന്നേ, ഒറ്റ പോയാ പോരെ? നീ പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുവോ? എനിക്ക് എങ്ങനെയെങ്കിലും ഈ നശിച്ച വീട്ടിൽ നിന്ന് പോയാ മതി. അതെങ്ങനെയാ? നിങ്ങളുടെ അമ്മ സമ്മതിക്കണ്ടേ? അമ്മയുടെ കാലം കഴിയുന്നവരെ മക്കൾ ഒരുമിച്ച് കാണണം പോലും. അങ്ങനെ അമ്മമാര്, അല്ലാതെ കുടുംബത്തെ വഴക്കുണ്ടാക്കുന്നതല്ല. ഇവിടുത്തെ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ദേവു, നീ വേണ്ടാതിരുന്നേ. അഞ്ജു, ഇനി പ്രകാശിന്റെ സപ്പോർട്ട് ഫുള്ള് നിനക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. അച്ഛൻ കാര്യമായിട്ട് പറഞ്ഞാണോ? ചുമ്മാ. ഇതിപ്പോ ഉറപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിലേ നമ്മൾ പോയിട്ട് വരണവരെ ഫുൾ തലക്ക് വരും തരില്ല. 24 മണിക്കൂറേ ഒച്ചപ്പാടായിരിക്കും. അത് ശരിയാ. എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് വരാം. അത് കറക്റ്റ്. ഞാൻ എന്താ വേണ്ട ചേച്ചി? ഞാൻ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചത് ഇത് പറയാൻ വേണ്ടി തന്നെയാണ്. പിന്നെ നിന്നോട് ഇത് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറയാതിരുന്നത്. ഇനി എന്താ നിന്റെ തീരുമാനം? വഴക്കിടുമ്പോഴും എൻ്റെ അപ്പോയിൻമെന്റ് ലെറ്റർ കത്തിച്ചപ്പോഴും ജോലി വാങ്ങണമെന്നൊരു വാശി എനിക്കുണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ ഡിവോഴ്സിനെ പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല. പ്രഗ്നന്റ് ആയപ്പോ അമ്മയും എന്നോട് പറഞ്ഞതാ, ഇതോടെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്. അങ്ങേരും എന്നോട് പറഞ്ഞതാ, ജോലി വാങ്ങിയ നീ ആഗ്രഹിച്ച പോലെ ഒരു ഭർത്താവാകുമെന്ന്. എല്ലാം ഒരുവിധം ശരിയായി വന്നതാ ചേച്ചി. പക്ഷെ ഇതാ ഇപ്പോ ഡിവോഴ്സിന്റെ വക്കിലെത്തി. ആവണി, കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് ഇത് കുറച്ചു നാൾ നീളും ഈ കേസ്. അത്ര പെട്ടെന്നൊന്നും ഇത് തീർപ്പാവത്തില്ല, സമയമെടുക്കും. അപ്പോഴും നീയും മോഹനും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നിന്നോട് ചെയ്തതൊക്കെ കോടതിയിൽ അറിഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാവും. കോടതിക്ക് വേണേ സ്വമേധ കേസും എടുക്കാം. പിന്നൊരു കാര്യം കൂടിയുണ്ട്. വക്കീലും മോഹനും കൂടെ സംസാരിച്ചതേ മക്കളെ മോഹന് വിട്ടുകൊടുക്കണമെന്നുള്ള രീതിയിലാണ് എന്നാ ഞാൻ മനസ്സിലാക്കിയത്. അതെങ്ങനെ പറ്റും ചേച്ചി? എന്റെ മക്കളെ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. നമുക്ക് ഈ കേസ് ഫൈറ്റ് ചെയ്യാം.